അപ്പോൾ ദേ നമുക്കിന്നൊരു ചെരുപ്പ് വാങ്ങിച്ചാലോ? ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ദേ നമ്മുടെ കൊടുങ്ങല്ലൂർക്ക് പോണ വഴിക്ക് ഒരു ചെരുപ്പിൻ്റെ വലിയൊരു കട തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, ഭയങ്കര സെലക്ഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ എനിക്കല്ല കേട്ടോ ചെരുപ്പ് വാങ്ങിക്കാൻ വന്നേക്കണത്, നമ്മുടെ ആഷിലിന് വേണ്ടിയിട്ടാണ്. ആഷിലിൻ്റെ ചെരുപ്പ് ആകെ മോശമായി. അപ്പോൾ നമ്മളൊരു ചെരുപ്പ് മേടിക്കാമെന്ന് കരുതി. അപ്പോഴാണെങ്കിൽ സുധുവും ആഷിലും കൂടി എനിക്ക് ചെരുപ്പ് നോക്കണം. ഞാനാണെങ്കിൽ ചെരുപ്പൊന്നും വാങ്ങിക്കാതെ അവിടെ ഒതുങ്ങി മാറി നിൽക്കണമായിരുന്നു. ഇവന്മാരെ സെലക്ട് ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെരുപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം മേടിക്കണം. ചെരുപ്പിൻ്റെ ഒരു അസുഖം എനിക്കുണ്ട്. ചെരുപ്പിനോട് ഭയങ്കര ഇഷ്ടമുണ്ട്. ആ ഇഷ്ടമൊക്കെ മാറ്റി വെച്ച് ഞാനവിടെ മര്യാദക്ക് നിൽക്കുകയായിരുന്നു. എന്നിട്ട് ദേ ഇവന്മാരാണെങ്കിൽ ഇത് ചിറ്റക്ക് ചേരുമെന്നൊക്കെ പറഞ്ഞ് കാണിച്ച് അങ്ങനെ അവൻ ഒരുപാട് നേരത്തെ അന്വേഷണത്തിന് ശേഷം അവനൊരു ചെരുപ്പൊക്കെ വാങ്ങിച്ചൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ വെറുതെ അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കിയപ്പോൾ ഉണ്ടടാ എനിക്ക് വേണ്ടി ഒരാളവിടെ വെയിറ്റിങ്ങിൽ. അതാണെങ്കിൽ ഭയങ്കര വിലക്കുറവ്. ഇത്രയും വിലക്കുറവിൽ ചെരുപ്പ് കാണുമ്പോൾ മേടിച്ചില്ലെങ്കിൽ നിങ്ങളായാലും എന്നെ പിണങ്ങൂലേ? തക്കു എന്ത് പണിയാണ് കാണിച്ചത്? കുറഞ്ഞ വിലക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മേടിക്കണ്ടേന്ന്. അതുകൊണ്ട് മാത്രം കേട്ടോ ഞാൻ ഈ ചെരുപ്പ് വാങ്ങിച്ചത്. അങ്ങനെ ചെരുപ്പൊക്കെ വാങ്ങിച്ച് ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് വന്ന് ഓക്കെ.